അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രോഗികൾക്ക് ശമനം വേണം. രോഗം വന്നാൽ പിന്നീടങ്ങോട്ട് മാനസികമായി വല്ലാണ്ട് തളരുകയാണ്. കാരണം ചെറിയൊരു രോഗം വന്നാൽ തന്നെ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഏതൊരാളും പേടിക്കുന്നത്. എന്തായിരിക്കും എൻ്റെ അവസ്ഥ? മരുന്നെടുത്താലും ഏത് ചികിത്സ നടത്തിയാലും ഈ രോഗത്തിൽ അള്ളാഹു എന്നെ മരിപ്പിക്കുമോ എന്നുള്ളത്. കാരണം മരണം കൂടുതലും സംഭവിക്കുന്നത് രോഗം വന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ രോഗം വന്ന് ഇനി എൻ്റെ രോഗം മൂർച്ഛിച്ച് അവസാനം ഞാൻ മരണത്തിനടിമപ്പെടുമോ, ഈ ലോകം വിട്ട് ഞാൻ യാത്ര പോകേണ്ടി വരുമോ, അഥവാ ഈ രോഗത്തിലൂടെ യാത്ര പോകേണ്ടി വരുമോ? യാത്ര പോകുക എന്നുള്ളത്, മരിക്കുക എന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമായ കാര്യമാണ്. ഇങ്ങനെ ഓരോരോ രോഗിയും മാനസികമായി ഈ മരണത്തെ ചിന്തിച്ചുകൊണ്ട് തളരുകയാണ്. എൻ്റെ അവസ്ഥ എന്തായിരിക്കും, എനിക്കെന്ത് സംഭവിക്കും എന്നിങ്ങനെ ഓരോന്നോരോന്നും ചിന്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അല്ലാഹു തആല അവൻ കണക്കാക്കിയാലല്ലാതെ മരിക്കൂല. ആ പരിപൂർണ വിശ്വാസം നമുക്കുണ്ടാവണം. എൻ്റെ രോഗം എത്ര വലിയ രോഗമാണെങ്കിലും അള്ളാഹു എനിക്ക് ഷിഫാ കണക്കാക്കിയിട്ടുണ്ടാവാം. അതിന് പല വഴികളുമുണ്ട്. അള്ളാഹുവിനോട് ഏത് വിഷയത്തിനും നമുക്ക് ദുആ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ നിലക്കുള്ള ദുആകളും അതുപോലത്തെ ദിക്റുകളും അധികരിപ്പിച്ച് ഒരിക്കലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ആശമുറിയാതെ അള്ളാഹുവിലേക്ക് കൂടുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. റബ്ബേ, എൻ്റെ രോഗം നിശ്ചിഫിയാക്കണം അള്ളാഹ്, എൻ്റെ രോഗം നിശ്ചിഫിയാക്കണേ അള്ളാഹ്. പ്രത്യേകിച്ചും രോഗികളാകുമ്പോൾ രോഗികളുടെ ദുആക്ക് ഉത്തരമുണ്ട് എന്ന് ഹബീബ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് രോഗികൾ ടെൻഷൻ അടിക്കാതെ ആ രോഗത്തിൽ നിന്ന് എനിക്ക് ഷിഫ നൽകും, ഷിഫ കിട്ടും എന്ന ആ ഒരു നല്ലൊരു ഉറച്ച വിശ്വാസം, ആ ഒരു പ്രതീക്ഷ, അതൊരിക്കലും കൈവിടാതെ നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കാം. അതുകൊണ്ട് ആ നിലക്കായിരിക്കണം രോഗികൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. അല്ലാഹു തആലയിലുള്ള ആ വിശ്വാസം അതൊരിക്കലും കൈവിടരുത്. ഡോക്ടർമാർ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ രോഗം കാണാൻ വേണ്ടി വന്നവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് വന്ന രോഗം ഏത് പേരിലുള്ള ഏത് രോഗമാവട്ടെ, ഇതുപോലെയുള്ള രോഗം വന്ന് മറ്റുള്ള പല ആളുകളും പലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇല്ല, അല്ലാഹു തആല എല്ലാവർക്കും കണക്കാക്കിയ ഒന്നുണ്ട്. അത് എന്താണോ എന്നുള്ളത് റബ്ബിന്റെ തീരുമാനമാണ്. ആ നിലയ്ക്ക് അള്ളാഹു എന്നെ ഇതുവരെ ഒരു വിഷയത്തിനും അള്ളാഹു എന്നെ ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. അള്ളാഹു തആല എനിക്ക് ധാരാളം നിഅമത്തുകൾ ചെയ്തവനാണ്. അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തവനാണ്. അതുകൊണ്ട് ഇനിയും ആ റബ്ബ് എനിക്ക് അനുഗ്രഹങ്ങൾ ചെയ്യും, എന്നെ സന്തോഷിപ്പിക്കും എന്ന ആ മാനസികമായി നല്ല സന്തോഷങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നാം സമാധാനത്തിലും നല്ല സന്തോഷത്തിലുമായിരിക്കണം ജീവിക്കേണ്ടത്. അള്ളാഹു ആ നിലക്ക് എല്ലാ രോഗികൾക്കും നല്ല സന്തോഷം നൽകുമാറാവട്ടെ. എന്നാൽ ഇന്ന് ഞാൻ പറയുന്നത്, രോഗികളായാൽ ഇത്തരം വേണ്ടാത്ത ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും എന്നുള്ള ആ ഒരു ടെൻഷൻ അടിക്കുന്ന ചിന്തകൾ, അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പരമാവധി രോഗിയായാൽ അധികരിപ്പിക്കുക. എത്രയോ രോഗങ്ങൾക്ക് ഷിഫ എന്ന് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ദിക്ർ, ധാരാളം ദിക്റുകളുണ്ട്. എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു ദിക്റാണ് ഞാൻ ഇന്ന് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. 70-ൽ കൂടുതൽ രോഗങ്ങൾക്ക് ഷിഫ ഉള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം ഒരിക്കലും പ്രതീക്ഷ കൈവിടാതെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം തന്നെ
എല്ലാം അള്ളാഹുവിലാണ്, എല്ലാം അള്ളാഹുവിലേക്ക് വിടുകയാണ്, എനിക്കൊരു ശക്തിയുമില്ല, എനിക്കൊരു അധികാരവുമില്ല എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്യുക. തീർച്ചയായും നമ്മുടെ രോഗം അള്ളാഹു ശിഫ നൽകും. അള്ളാഹു തആല എല്ലാവർക്കും പരിപൂർണ ശിഫാവും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. ധാരാളം ആളുകൾ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരുണ്ട്, പല ആഗ്രഹങ്ങൾ പറഞ്ഞവരുണ്ട്, പല വിഷമങ്ങൾ അറിയിച്ചവരുണ്ട്. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു തആല തീർത്തു കൊടുത്ത് സന്തോഷകരമായ ജീവിതം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.